ഇവരാരാ? എങ്ങോട്ടാ രണ്ടും കൂടി? അതെ, നിങ്ങളാരാ? നിങ്ങൾ ആരാ മനസ്സിലായില്ല? നീ അറേഞ്ച് ചെയ്ത എന്നെ ആരോട് ചോദിച്ചിട്ടാ നിങ്ങളിനകത്തേക്ക് കയറിയത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത് സത്ര ഹോട്ടലൊന്നുമല്ല. അന്തസ്സും അഭിമാനവും ആഭിജാത്യമുള്ള മാന്യന്മാരായ രണ്ട് ചെറുപ്പക്കാർ താമസിക്കുന്ന വീടാണ്. അനുവാദമില്ലാതെ ഒരു വീട്ടിൽ കയറി താമസിക്കുന്നതാണോ അന്തസ് അഭിമാനവും? ഒന്നാമത് ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് ഓരോന്നും ഒന്ന് കേറിക്കോളും. എന്താണ് അതോ ആഗമന ഉദ്ദേശം? നീ വാടി ആഗമനോദ്ദേശം. ഒന്ന് ഒരല് പോലെ, അടുത്തത് ഒലക്ക പോലെ. എങ്ങോട്ടാ ഈ വച്ച് പിടിക്കുന്നത്? കൂടും കുടുക്കായിട്ട് ഇവിടെ താമസിക്കാമെന്നാണോ? ഇവിടെ ആരാ നിങ്ങളോട് താമസിക്കാൻ പറഞ്ഞത്? ഇതാര് കടുവ പിടിച്ച് കിടുവായോ? കടുവേം കിടുവേന്നുമല്ല, ഇവിടുത്തെ മമ്മിയുടെ ഒരേ ഒരു മോളായത്. സ്വന്തം മോളൊന്നുമല്ലല്ലോ. സ്വന്തം മോള് തന്നെ. ഈ മോൾ അല്പം ചവിട്ടും തൊഴിയുള്ള കൂട്ടത്തിലാണ്. അളിയെ സൂക്ഷിക്കണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പത്രത്തിൽ വന്ന ഉടനെ വേണ്ടപ്പെട്ടവർ വരുന്നുണ്ടല്ലേ? ഇനിയും വരും. എന്താ എന്തു പറ്റി? ഓ, പഴത്തൊലി. ഈ കിച്ചൺ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? തൊഴുത്ത് പോലെ. ഇതാര് ക്ലീൻ ചെയ്യും? താൻ തന്നെ ക്ലീൻ ചെയ്യണം. ചൂടായല്ലേ കൊച്ചേ? സമാധാനമായിട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, സഹകരിക്കൂ, പരിഹരിക്കാം. പിന്നെ ഞങ്ങളിവിടെ ഭരിക്കാനും പൊറുക്കാനും വന്നൊന്നുമല്ല. മമ്മി ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. മമ്മിയെ കാണാതായപ്പോ അതിന്റെ അന്വേഷണമൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ കൂടിയതാ. അത് അന്വേഷിക്കാൻ തന്നെയാ ഞങ്ങളും വന്നത്. അളിയാ, ഇവളുമാര് ലേഡി സീഡികളായിരിക്കുമെന്നാണ് എന്റെ നിഗമനം. അളിയന്റെയോ? എന്റെ സോറി. എത്രയായി? 5 രൂപ. എന്താ മഴയായതുകൊണ്ട് രണ്ട് ത്രിഗുണം പടപടാൻ നടിച്ചാലേ ഓടിയ ക്ഷീണം തീരും. രണ്ട് ത്രിഗു ലാർജ്. ഇനി വേണം ഒന്ന് ഖുഷിയാകാൻ. സോഡ വേണ്ട, ലൈൻ ക്ലിയർ ആകട്ടെ. ആ നാറി കുറിപ്പ് നമ്മളെ പിടിച്ചു കൊടുക്കാൻ ഇറങ്ങിയിരിക്കുക. അവന്റെ കൂടെ വേറെ പോലീസുകാരും ഉണ്ടാവുന്ന എന്റെ പേടി. ഓരോന്നുടിതാ പഴയ ഒരു ചുരുക്കം അവരുണ്ട്. രണ്ടിനെയും പിടിപ്പിക്കുമെന്ന ആണായിട്ട് പറഞ്ഞല്ലേ. ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ നീ പിന്നെ അകത്താക്ക്. ചോർന്നുപോയ ധൈര്യമൊക്കെ വെള്ളച്ചാട്ടം പോലെ പുറത്തു വരും. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഈ നാറി എങ്ങനെ അറിഞ്ഞു? അവൻ സീഡിയല്ലേ, പട്ടിയെ പോലെ മണത്ത് കണ്ടുപിടിക്കും. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എപ്പോ വേണമെങ്കിലും അവൻ ചാടി വീഴാം. ഇതാണ് ചെകുത്താന്റെയും കടലിന്റെയും നടുക്കെന്ന് പറയുന്നത്. വീട്ടിലേക്ക് പോയ അവന്മാരുടെ അടി, പുറത്തേക്ക് ഇറങ്ങിയ വലയുമായിട്ട് പോലീസും പട്ടാളവും. പട്ടാളത്തിന് പോകാൻ പറ. ഏത് വലയും പൊട്ടിക്കുന്ന തിമിങ്ങലമാണ് ഈ വേലപ്പൻ. ഈ ചുവടെ കളിയാക്കാളടാ. ഓ നോക്കടാ. സോറി മിസ്റ്റർ കോയ, ആരെയും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവര് നമ്മുടെ ആളുകളല്ലേ. അവരെ ആ സ്ത്രീയുടെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് താങ്കളല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അവരെന്റെ ജോലിക്കാരാണ്. അവരൊരുപാട് വീട്ടിൽ പോവാറുണ്ട്. അത് പോട്ടെ, അവരിപ്പോ എവിടെയുണ്ട്? രാവിലെ ഗ്യാസ് കൊടുക്കാൻ പോയതാ. പോലീസിൽ അറിയിച്ചത്? പോലീസിലോ? എന്ത്? അല്ല, നമ്മളല്ല. നമുക്ക് ആ സ്ത്രീനെ അറിയില്ല, ആരും അറിയില്ല. നമ്മൾ ഈ ഗ്യാസ് വിറ്റ് പച്ചരി മേടിക്കുന്ന ആളാണ്. ഓഹോ, എന്തിനാ നമ്മൾ തമ്മിലൊരു വഴക്ക്? പിന്നെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. സത്യാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് കാര്യം ഒന്നും അറിയില്ല. ഓക്കെ ഓക്കെ മിസ് കോയ.
ഈ ഒരു പണി മാത്രമേ ഞാൻ ചെയ്യാത്തതായിട്ടുള്ളൂ. ഇപ്പൊ അതുമായി ഡോളി പറഞ്ഞ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. അങ്ങനെ സ്നേഹമുള്ള ആണുങ്ങൾ ആഹാ. ഏ? ഇവിടെ ആ. ഒന്ന് വേഗം ആവട്ടെ. പണികൾ ഇനി വേറെ ഉണ്ട്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെ വച്ചോളമ്പി തരാൻ ഞങ്ങൾ വേലക്കാരൊന്നും അല്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെങ്ങനെ? ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന ബിസിനസ് കാര്യങ്ങൾ മാത്രം പറയാൻ സമയം സന്ദർഭവും കിട്ടണ്ടേ? കറക്റ്റ്. പറഞ്ഞത് കേട്ടല്ലോ. വർത്താനം പറഞ്ഞ് നിൽക്കാതെ വേഗം ഈ ജോലി തീർത്തിട്ട് വന്ന് അടുക്കളയിൽ കയറും. ഒന്ന് നിന്നേ. ആ ഞാവായിലെ പേടിച്ചെന്നല്ലേ അടുക്കളയിൽ കയറുന്നത്. ഡോളിക്ക് വേണ്ടിയാ. ഇഷ്ടമുള്ളവരോടത്ത് വർക്ക് ചെയ്യുന്ന ഒരു രസമല്ലേ? രസമാണ്. പക്ഷേ അടുക്കളയിൽ ഒറ്റയ്ക്ക് മതി. നമ്മൾ ഒന്നിക്കുന്നതേ ഡൈനിങ് ടേബിളിൽ മതി. പിന്നെ ഒരു കാലം പഴങ്ങഞ്ഞി ഇരിപ്പുണ്ട്. അത് പെട്ടെന്ന് കുടിച്ച് തീർത്തേക്കണം. ഈ പഴങ്ങഞ്ഞിയുടെ കാര്യം ഇവിടെ എത്തിയോ? അതങ്ങനെ ഇതുവരെ ഒന്നും ആയില്ലേ? എന്താവാൻ? മറ്റുള്ളവരുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് 3 നേരം ദേഹാനങ്ങാതെ തിന്നാൻ കൊച്ചി രാജാവിന്റെ മരുമോനൊന്നും അല്ലല്ലോ. എത്ര നേരമായി കറിക്കരിയാൻ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് സഹായിച്ചാൽ കൊള്ളാന്നുള്ള മനസ്സിലേക്കൊണ്ട് കൂടുതൽ വെള്ളത്തിലെടുത്തൊരു പുല്ലും ഞാൻ ചെയ്യില്ല. വെറുതെ അല്ല, മൂക്കുമുട്ട രണ്ടിനും കഴിക്കണ്ടേ? ഏതായാലും ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ ചെയ്യാം. നാളെ മുതലേ വേലപ്പനോട് ചെയ്യിച്ചോണം. വേലപ്പനായാലും കൊള്ളാം, കോലപ്പനായാലും കൊള്ളാം. ഇവിടെ താമസിക്കണമെങ്കിൽ അടുക്കള പണി ചെയ്തേ പറ്റൂ. അതേ മുളഞ്ഞു വന്നേ. പിന്നെ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം റെഡിയാക്കി വെച്ചോളാം. മനസ്സിലായോ? താൻ പോടോ. ഇത് നിന്റെ അച്ഛ വീടൊന്നും അല്ലല്ലോ. പിന്നെ ടൗണിലെ കോളേജിൽ പോയി 4 ലക്ഷം പഠിച്ചിന്റെ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇതിലും വലിയ കോളേജിൽ 4-5 വർഷം ചരിച്ചിട്ട് തന്നെ ഞാനും പുറത്തിറങ്ങിയത്. നിന്റെ നടപ്പും പത്രാസൊക്കെ സ്വന്തം കയ്യിൽ വെച്ചാൽ മതി. എന്റെ അടുത്ത് വേണ്ട. മമ്മിയുടെ മോളല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ വെച്ച മുത്തുപ്പട്ടറ മോളാണെങ്കിൽ അഭ്യാസം എന്റെ അടുത്ത് ഇറക്കിയുണ്ടല്ലോ. ആട്ടിച്ചിനെ പല്ലിയങ്ങളെയും പെട്ടെന്ന് നാളെ പോലെ ഇവിടുത്തെ എല്ലാ ജോലികളും സ്വന്തമായിട്ട് ചെയ്തോളില്ലേ? സമയസമയത്ത് വെച്ച് വിളമ്പിത്തരില്ലേ? ഞാൻ കൊച്ചി രാജാവിന്റെ വരുമന. ഇതെന്റെ അച്ചി വീടാ. അതെ. ഇതെന്താണിത്? മൊത്തം തരാൻ പറഞ്ഞു. മൊത്തം 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ. എന്നതാ അങ്ങോട്ടോ? ഇതവിടെ പറ്റേച്ചി ബാക്കി 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ. ഇപ്പൊ അവന്മാർ രണ്ടിനെയും കാണാനേ ഇല്ല. ഞാൻ തന്നെയാ പണി മുഴുവനും. അതുകൊണ്ട് ശമ്പളം ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അതെ, എന്നെ പോലത്തെ പിശാചികളെ ജോലിക്ക് വെച്ചോണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരാൻ ശമ്പളം. അല്ലെങ്കിൽ നിനക്കെന്തിനാ ശമ്പളം? കച്ചവടവും കിമ്പളും ഒക്കെ ഉണ്ടല്ലോ. ഏയ് അതൊക്കെ പൊളിഞ്ഞ് പാളീസായി. ആ അവന്മാര് വന്ന് കേറിയ പിന്നെ എനിക്ക് അതിനൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഞാനിപ്പോ പുതിയ ഐറ്റംസ് ഒന്നും എടുക്കുന്നുമില്ല. അപ്പൊ പഴയ ഐറ്റംസ് തന്നെ ഒന്നുമില്ല കേൾക്കാൻ. അത് നന്നായി. അതുകൊണ്ട് ഇവിടെ കംപ്ലൈൻസ് കുറവുണ്ട്. അല്ലെങ്കിൽ നീ കാരണം ഞാൻ കേൾക്കുന്ന തെറുക്കി വല്ല കയ്യും കണക്കുണ്ടാവോ? തൊപ്പിക്കച്ചവടക്കാരൻ. ഞാൻ തന്നെ തോറ്റ് തൊപ്പിട്ടിരിക്കാൻ ഇവന്റെ ഇടയില്. ആര്? ചേച്ചി ഇരിക്കുന്നു. കളിപ്പിക്കാനോടാ? സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലോ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങളെ ചേച്ചിയെ. ചേച്ചും വാച്ചൊന്നും പാടില്ല. ഇതൊരു ഗ്യാസിന്റെ കട. 10 വർഷം സർക്കസിൽ കത്തിയെറിഞ്ഞോടാ ഞാൻ. എന്റെ അടുത്ത് കളിക്കുന്ന സൂക്ഷിച്ചു വേണം. ഞങ്ങളിപ്പോ എന്ത് കാണും? എന്റെ യൗമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെങ്കിൽ മര്യാദയ്ക്ക് പറ്റില്ല. എന്താ വേണ്ടേ? ഞങ്ങളുടെ പൊന്നോമന ചേച്ചിയെ നീയും നിന്റെ ആൾക്കാർ കൂടെ ഹോസ്റ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയില്ലടാ. തട്ടിക്കൊണ്ടുപോകാൻ നിന്റെ ചേച്ചി എന്താണ് ഇപ്പൊ കേക്കണേ? ഇനി ഉണ്ണിയോലപ്പന്മാരുടെ കൂടെയുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ആയിരിക്കുമോ? എവിടെ അവർ? ഞങ്ങളുടെ മീന ചേച്ചിക്കും കൂട്ടുകാരിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും. അവരെ ഒളിപ്പിച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ ആക്കളി തീക്കളിയാവും. ഇതൊക്കെ ആ വേലപ്പന്റെ വേലവെപ്പായിരിക്കുള്ളൂ. ആ വെറുതാണ് വേലപ്പൻ. അയാളോട് ചോദിച്ചാൽ ചേച്ചിയും ബാച്ചിയും ഒക്കെ വീതറിയാം. കുട്ടി തവാങ്കള്. പ്രോബ്ലം? ഒരേ വേഷം, ഒരേ പൊക്കം, 4 പേരും കൂടി എന്നെ തുരത്തി കളഞ്ഞു. ചുമ്മാ അവരെ എന്തിനാ പേടിക്കുന്നത്? അവരവിടെ വല്ല ഗ്യാസ് എടുക്കാമെന്ന പാർട്ടിക്കാരുമായിരിക്കും. അതെ, എന്റെ ഗ്യാസ് എടുക്കാൻ തന്നെ അവര് വന്നത്. ഓ പ്ലീസ് നോ. ചേട്ടന് മഡോണ ഇഷ്ടമാണോ?
ഇഷ്ടമാണോന്ന് മറഡോണയുടെ എന്നാ പാസാ. മർഡോണയല്ല ആ. മഡോണ, അതാര്? പാട്ടുകാരി. ഏ? അവരുടെ പാട്ട് ഇഷ്ടമാണോന്നാണ് ചോദിച്ചത്. ഡോളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അമീർ ഖാനെയാണോ സൽമാൻ ഖാനെയാണോ ഇഷ്ടം? രണ്ട് കാന്മാരെ ഇഷ്ടമാണ്. ആരാവന്മാര്? ചേട്ടന് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. ഉടനെ ഒരു ഡോക്ടറെ ഓ, കാണിക്കണം. ജോക്ക്. ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടനെ ശ്രദ്ധിച്ചു. ആ, എന്തൊരു ഗ്ലാമർ. ഈ അടുത്തിടെ കൽക്കരി കനി ജോലി ചെയ്ത് കറുത്തു. ഒറ്റ ദിവസം കൊണ്ട് ചേട്ടൻ എന്റെ ഹൃദയത്തിൽ ചാടി കയറി കളഞ്ഞു. ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും പ്രവേശനം നൽകാറില്ല. ഞാനും എന്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പല്ലു തന്നെ ഉണ്ടോ? ലേശം നീരുണ്ടല്ലോ. ഹോ, നല്ല ഉരുക്കൂത്ത കൈ. അധികം വെച്ചോണ്ടിരിക്കല്ലേ? ഇല്ല. ഉം. ജലദോഷമുണ്ടോ? ഇല്ല. എന്താ? പിന്നെ ആരാ ചുമച്ചത്? ഞാനല്ല. പിന്നെ ആര്? പൊക്കോ പൊക്കോ. ഏത് നാറിയടാ? നീ ഇവിടെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് കഴിഞ്ഞോ? ഇനി അവന്മാരെ എപ്പോഴും അങ്ങോട്ട് കയറി വരാന്നറിയില്ല. അവന്മാര് ഗ്യാസ് എടുക്കാൻ വന്നവരാ. പേടിക്കാനൊന്നുമില്ലെന്ന് ഡോളി പറഞ്ഞു. അതും കേട്ടോണ്ടിരുന്നോ? അറിയാത്ത കുഞ്ഞെ ചൊറിയും പറയും. അതെങ്ങനെ അറിയും? അതെങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് പറയാൻ തന്നെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണ്ടേ? എന്താ അത്രയ്ക്ക് പറയാനുള്ളത്? മീരി ഏതായാലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കണ്ട. അത് അപകട. ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? വെറുതെ അതും പറഞ്ഞ് എന്റെ പുറകെ നടക്കാനല്ലേ. പിന്നെ ഉം. നീ വലിയ ലോകസുന്ദരിയല്ലേ കണ്ടപ്പോ തന്നെ പുറകാടക്കാൻ. നിന്റെ മമ്മി ഓർത്തിട്ട് മാത്രം എല്ലാം ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ. എന്ത് ചെയ്യും? ഉം. ഇതുവരെ പോയില്ലല്ലേ? വേലപ്പനും ഞാനും പോകാൻ തുടങ്ങിയതാ. അപ്പോഴാ മമ്മിയുടെ മോള് വന്നത്. അവര് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്നത്. ഞാൻ സാധാരണ ഒരു പ്രാവശ്യം മാത്രമേ വാണിംഗ് കൊടുക്കാറുള്ളൂ. പിന്നെ നിങ്ങൾ പിള്ളേരാണല്ലോ എന്ന് വിചാരിച്ച് അന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു. മകള് വന്നുകൊണ്ട് അവരിവിടെ. പ്ലീസ് എന്നെ കളി പഠിപ്പിക്കരുത്. മകളാണെങ്കിലും മകനാണെങ്കിലും ഇനി താക്കിയതില്ല. കാണാം. എന്താ? എന്തു പറ്റി? എന്തു പറ്റി ഉണ്ണി? ആരാ വിളിച്ചത്? പറയാം, സമയോട്ടെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഉണ്ണി എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന്. ഓ മൈ സ്വീറ്റ് ഡോളി. അയ്യോ, ഈ വേലപ്പഞ്ചേട്ടന്റെ കാര്യം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അളിയാ, ഞങ്ങൾ സിറ്റിയിൽ ഒന്ന് ചെത്തി ഡോളിയുടെ കാശ് വാരി എറിഞ്ഞ് ഷോപ്പിംഗ് ആൻഡ് ഷോക്കിംഗ്. കൊണ്ടുപോയിക്കോളൂ. ഹലോ. എന്താ ഒരു വല്ലായ്മോലെ? അവര് പിന്നെയും വിളിച്ചിരുന്നു. അന്ന് വന്നാലോ? മീരി ഇവിടെ ഉള്ള കാര്യം അവരറിഞ്ഞു കഴിഞ്ഞു. ആഹാ. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അപ്പൊ എന്റെ പേടി.